ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് തിരക്കിലാണ് ദേവയാനിയും ജാനകിയും ഒക്കെ. ദേവയാനി തൻ്റെ മകനെയും മരുമകളെയും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വാ മോള് വന്നിരിക്കെ, മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ജാനകി അനാമികയും വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തുക. ആ ഒരു സമയത്ത് മക്കളെ കഴിപ്പിക്കാനായിട്ട് ഭയങ്കര തിരക്കാണല്ലോ. മക്കൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ മരുമകൾക്ക് വേണ്ടത് ഞാനും കൊടുക്കണ്ടേ, ഞാനിത് നവിക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ജലജ അകത്തേക്ക് കയറിപ്പോയി. ജലജ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഹനാമികയുടെ മുടിയൊക്കെ തലോടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജാനകി. അപ്പോൾ ഈ വീടിനകത്ത് ഇപ്പം മൊത്തത്തിലൊരു സെപ്പറേഷൻ ആയില്ലേന്ന് ചോദിച്ചു നമ്മുടെ ആദർശ്. അപ്പം അതാ നല്ലത്, എല്ലാവരും ജോലി ചെയ്യട്ടെ എന്ന് ദേവയാനി പറഞ്ഞു. അപ്പോൾ എനിക്ക് അമ്മ ഉണ്ടാക്കുന്നത് മാത്രമേ വിശ്വാസമുള്ളൂ എന്ന് അനാമിക അവിടെ നേരം പറയുക. അങ്ങനെ ഞാനൊരിക്കലും ഭക്ഷണത്തിൽ വിഷമൊന്നും കലർത്തില്ല എന്ന് അനാമികയെ നോക്കി ദേവയാനി പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്നും ദേവയാനി പറയുക കേട്ടോ. അന്നേരം ജാനകി ഇങ്ങനെ നോക്കുക. അവർക്ക് ചിലപ്പോൾ മറ്റുള്ളവരും അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നും എന്ന് ദേവയാനി പറയുമ്പോൾ അത് ഉറപ്പല്ലേ എന്ന് പറഞ്ഞു നയന. അപ്പോൾ നിന്റെ സപ്പോർട്ടും കൂടി വേണ്ടിയിരുന്നുള്ള തായി എന്ന് പറഞ്ഞ ജാനകി നയനയോട് പറഞ്ഞു. എന്തെങ്കിലും കഴിക്കുന്ന നേരത്തെങ്കിലും ഈ സംസാരമൊക്കെ നിർത്തിക്കൂടെ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഞാനല്ലല്ലോ തുടങ്ങി വെച്ചതെന്നും പറഞ്ഞ് ജാനകി ആദർശിനെ തിന്നാൻ ചെല്ലുക. ആ ഒരു സമയത്ത് നയൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നയൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദേവയാനി ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ അമ്മ ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് നയന ദേവയാനിയോട് പറയുമ്പം അനാമിക അമ്മയും എൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് സൂപ്പറായിട്ടുണ്ടെന്ന് അനാമിക ജാനകിയോടും പറഞ്ഞു. മോൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അമ്മയോട് പറഞ്ഞാൽ മതി, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, പിന്നെ ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, അങ്ങനെയുള്ള സമയത്തല്ലേ മരുമക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്നൊക്കെ ഈ ജാനകി അനാമികയോട് പറയുമ്പോൾ അവർക്ക് ചിരിയാണ് വരുന്നത്. നയന ഇങ്ങനെ അവളെ അടിമുടി നോക്കുവാണ്. അവളാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഇരുന്ന് വയറ് നിറയെ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ നവ്യ അവിടെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ കളറൊന്നും പോയിട്ടില്ല, അതൊരു ഭാഗ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ജലജ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ നവ്യ കണ്ണാടിയിൽ നോക്കി ഗ്ലാമറും കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. മുമ്പ് പരസ്യത്തിൽ അഭിനയിക്കാൻ പോയത് അവള്, അന്ന് ആരുടെയെങ്കിലും തോളിൽ തൂങ്ങി അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് നവ്യേ എന്നും പറഞ്ഞൊരു വിളി. അപ്പം നവ്യ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ പുറകിൽ നിൽക്കുന്നു. അതെ, എല്ലാ അമ്മായിമ്മമാരുവേ അവരുടെ മരുമക്കൾക്ക് പലഹാരം ഉണ്ടാക്കി കൊടുക്കുക, അപ്പോൾ പിന്നെ ഞാൻ മാത്രം എന്തിനാ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്, ഇത് കഴിച്ചു നോക്കിക്കേന്നും പറഞ്ഞു കൊണ്ട് കൊടുത്തു. ഇവിടെ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും മത്സരം കൂടിക്കൂടി വരുവാണല്ലോ എന്ന് നവ്യ പറഞ്ഞു. വീടിനകത്ത് 2 അടുപ്പായി കഴിഞ്ഞു എന്ന് ജലജ പറഞ്ഞു. അത് നല്ലതാ, ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ, ഈ വീട്ടിലെ കാരണവന്മാർ സ്വത്തുക്കൾ ഭാഗം വെക്കണം എന്ന് നവ്യ പറയുമ്പം അതിൽ അപകടം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നവ്യയും, സ്വത്ത് ഭാഗം വയ്ക്കാനുള്ള എല്ലാ അധികാരവും ആദർശിന് കൈമാറും അവൻ്റെ മുത്തശ്ശൻ, അത് നിനക്കറിയാവോ എന്ന് ജലജ ചോദിക്കുക. അങ്ങനെ വന്നാൽ അവന് ദേഷ്യമുള്ളവർക്കൊന്നും വലുതായിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പം എന്നാലും ഒന്നും തരാതിരിക്കത്തൊന്നും ഇല്ലല്ലോ എന്ന് നവ്യ പറഞ്ഞു. അത് മതിയോ എന്ന് ജലജ ചോദിക്കാം. മൂർത്തീസ് ജ്വല്ലറിയുടെ ആസ്തി എത്രയുണ്ടെന്ന് ആർക്കും തിട്ടപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അതിലൊരു പങ്ക് കിട്ടിയാൽ തന്നെ 10 തലമുറയ്ക്ക് കഴിയാനുള്ളതുണ്ടാകുമെന്ന് നവ്യ ജലജയോട് പറഞ്ഞു. തൽക്കാലമേ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ പറ്റി ഒന്നും പറയണ്ട, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ, നീ ഇതങ്ങ് കഴിച്ചു നോക്കിക്കേന്നും പറഞ്ഞുകൊണ്ട് അതങ്ങ് കൊടുത്തു. നവ്യ കഴിച്ചപ്പോൾ കൊള്ളാമെന്നും പറഞ്ഞ് കഴിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? കാരണം ഇവിടെ ഉള്ളതൊക്കെ കള്ളക്കൂട്ടങ്ങളാണെന്ന് നവ്യ ജലജയോട് പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് അനാമികയും അവരുടെ വീട്ടുകാർക്കൊപ്പം നിൽക്കുന്നത് തന്നെയാണ് മോളെ നമുക്ക് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് ജലജ പറഞ്ഞു. ഒന്നും അല്ലെങ്കിലും നിന്റെ കുഞ്ഞിനോട് അനാമികയ്ക്ക് നല്ല സ്നേഹമൊക്കെ ഉണ്ടല്ലോ. ആ കുഞ്ഞിനെ പരിഗണിക്കാതെ വന്നു കയറിയ ഒരുത്തിയെ പൊക്കിക്കൊണ്ട് നടക്കുമല്ലേ നിന്റെ അനിയത്തിയും അവളുടെ അമ്മായിമ്മയും ഒക്കെ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം അതോ എൻ്റെ ദേഷ്യമെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് അച്ചപ്പം കഴിച്ചുകൊണ്ട് നിൽക്കുവാണ്. എങ്ങനെയുണ്ട്? നല്ലതാന്ന് ഞാൻ പറഞ്ഞല്ലോ. കയ്യും മെയ്യും അനക്കാതെ കഴിച്ചിട്ട് അവൾക്ക് ബോധിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ നിൽക്കുക. അപ്പോൾ രാത്രിയിൽ എന്താ കഴിക്കാൻ എന്ന് ജലജയോട് നവ്യ ചോദിക്കുമ്പോൾ ആനമുട്ട എനിക്ക് ഞാൻ പുഴുങ്ങി തരാവടി എന്ന് മനസ്സിൽ ജലജ പറയണം. അത് പിന്നെ എന്താ വേണ്ടത് നവ്യക്ക്? അത് പറ എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പം അമ്മയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിച്ചു. പിന്നെ അറിയാമല്ലോ. പക്ഷേ അതിന് ഒരുപാട് സമയം എടുക്കത്തില്ലേ നവ്യ എന്ന് ചോദിക്കുമ്പം സമയം എടുത്താലും കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാമെന്നേ. നോക്കട്ടെ അതിൻ്റെ സാധനങ്ങളെല്ലാം അടുക്കളയിൽ ഉണ്ടോയെന്നൊന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോയി. എൻ്റെ പൊന്നി, ഇവക്ക് പറയുന്നത് ഉണ്ടാക്കി കൊടുക്കരുത്, ഹോട്ടലോ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനാമിക അവിടെ ഇരിക്കുമ്പോൾ ആദർശം നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുക കേട്ടോ. അനാമിക നിന്നെ അതിന് വിളിക്കുകയോ മറ്റോ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ
അതെന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതെന്ന് അനാമിക നേരം ആദർശിനോട്. ഇവരുടെ ഒരു അനിയത്തിയുടെ സ്ഥലം SI, അവളോട് ചെന്ന് ചോദിച്ചാൽ മതി അതിന് വിളിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇവളിങ്ങനെ കിടന്ന് തുള്ളുമ്പം നീ പിന്നെ എന്തിനാ ഭാര്യയുടെ പോസ്റ്റിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു നയന. അപ്പോഴത്തേക്കും ജാനകിയും ദേവയാനിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി, മറ്റൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവനാണ് അവനെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പറയുമ്പം അനിയത്തെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്താണാവോ തിരുത്തുന്നതെന്ന് അറിയില്ലെന്നും പറഞ്ഞ് ജാനകി പറയുമ്പം നിന്റെ മകനാ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത്, അല്ലാണ്ട് അവളല്ല എന്ന് ദേവയാനി അന്നേരം ജാനകിയോട് പറഞ്ഞു. ഭാര്യമാർ സ്നേഹിച്ചാലേ ഭർത്താക്കന്മാർ അവർക്കൊപ്പം ജീവിക്കാൻ താല്പര്യം കാണിക്കുള്ളൂ എന്ന് നയന പറയുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ സ്നേഹിക്കാനേ പറ്റുമെന്ന് അനാമിക. ഞാൻ പറഞ്ഞല്ലോ എന്നെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ അങ്ങ് ഒഴിവാക്കിയേക്കാൻ. നിങ്ങളെന്താ അത് കേൾക്കാത്തത്? അമ്മയോട് ഞാൻ പറഞ്ഞതാ ഞാൻ പോകുമ്പോൾ എൻ്റെ പിന്നാലെ വന്ന് വിളിക്കരുതെന്ന്. ഇതുപോലൊരു വീട്ടിൽ പിടിച്ചു നിൽക്കാനേ വലിയ പാടാ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അനാമിക തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി. അനാമിക അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മോളെ മര്യാദയ്ക്ക് ഒരിടത്ത് ഇരിക്കാൻ പോലും സമ്മതിക്കില്ല ഇവിടെ ചിലരെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അതിന് ഇവരെ കുറ്റം പറയുമ്പോൾ അനിയെ കുറച്ച് നേരമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അനാമികയോട് ചോദിച്ചത് വിളിച്ചായിരുന്നോ എന്ന്. അതിന് മോള് വ്യക്തമായി മറുപടി തന്നല്ലോ എന്ന് ജാനകി അന്നേരം പറഞ്ഞു. അനി മോളോട് സ്നേഹത്തിൽ സംസാരിക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന് ജാനകി പറയുമ്പോൾ നിന്റെ മരുമോളെയും അവളുടെ അച്ഛനെയും അമ്മയെയും നിനക്ക് ശരിക്കും അറിയില്ല ജാനകി എന്ന് ദേവയാനി വീണ്ടും ഈ പണ്ടാരത്തിനോട് പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും ഈ വീട്ടിലേക്ക് കടന്നു വരാൻ പാടില്ലാത്ത ഒരുത്തി എനിക്ക് ഭാര്യയായിട്ട് വന്നതെന്നൊക്കെ പറയുമ്പം ഈ സമയത്തിലൊക്കെ ഏട്ടത്തി ഈ സ്വരത്തിലൊക്കെ ഏത് നേരവും ഏട്ടത്തി എന്നോട് സംസാരിക്കാറുണ്ടല്ലോ, പിന്നെ ആരാണ് ഈ വീട്ടിലേക്ക് കയറി വരാൻ യോഗ്യതയുള്ളവരെ? അതൊന്നും ഏട്ടത്തി പറയാൻ പറഞ്ഞു ജാനകി ദേവയാനിയോട്. ഇവളും ഇവളുടെ ചേച്ചിയുമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇപ്പം എനിക്ക് തോന്നുന്നതേ ഇവളെക്കാളും ഭേദമാണ് ഇവളുടെ ചേച്ചി എന്നാണെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ദേവയാനിയോട് പറഞ്ഞു. നയന ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവളെ പോലെ ആൾക്കാരെ മയക്കിയെടുക്കാൻ പറ്റുന്ന ഒരുത്തി ഞാനിതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം നീ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു, പക്ഷെ എൻ്റെ മകളെ ഒന്നും പറയരുതെന്ന് ദേവയാനി പറയുമ്പോൾ അപ്പം എൻ്റെ മോളെ എന്തും പറയാം, ഏട്ടത്തിയുടെ മരുമോളെ പറയുമ്പോൾ ഏട്ടത്തിക്ക് നോവുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി ദേവയാനിയോട് തട്ടിക്കയറുമ്പം അതെ എനിക്ക് നോവും, കാരണം എൻ്റെയും ഈ കുടുംബത്തിലുള്ളവരുടെയും നോവ് മാറ്റാൻ നോക്കുന്നവളാണ് നയനമോളെന്ന കാര്യം ദേവയാനി അന്നേരം ഈ ജാനകിയോട് പറഞ്ഞു. എനിക്കൊരാപത്തുണ്ടായപ്പോൾ മോള് സ്വന്തം ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ തന്നാണ് എന്നെ സഹായിച്ചതെന്നും ദേവയാനി പറയുകയും ചെയ്തു. അപ്പോൾ അതാണ് ഈ മരുമകൾ സ്നേഹത്തിൻ്റെ കാരണമല്ലേ എന്ന് ജാനകി തിരിച്ചു ചോദിക്കുക. അന്നേ ശരിക്കും അമ്മയെ സഹായിക്കേണ്ടിയിരുന്നത് അനാമികയായിരുന്നു എന്ന് ആദർശ് പറയുമ്പം ആദർശേ അന്ന് ശരിക്കും സംഭവിച്ചത് എന്താ? ആര് കാഴ്ചവെച്ച് പാല് കുടിച്ചിട്ടാ ഏട്ടത്തി ഹോസ്പിറ്റലിലായതും ചോദിച്ച ജാനകിയോട്. അതിനെപ്പറ്റി നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട ജാനകി എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. സംസാരിച്ചാലേ എനിക്കും ചിലതൊക്കെ വെട്ടി തുറന്ന് പറയേണ്ടി വരുമെന്ന് ദേവയാനി പറയുമ്പോൾ ഒന്നും മൂടി വെക്കണ്ട, പറഞ്ഞോളാൻ പറഞ്ഞു ജാനകി. എന്ത് പറഞ്ഞാലും അത് എൻ്റെ മരുമകളെയും അവളുടെ വീട്ടുകാരെയും താഴ്ത്തി കെട്ടുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അന്നേരം മുൻകൂർ അങ്ങോട്ട് എടുത്തിട്ട് സംസാരിച്ചു. നീ എൻ്റെ മോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അനാമികമോള് പറഞ്ഞതുപോലെ അവനിപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് തന്നെ കാണുമെന്ന കാര്യം ജാനകി ഇവരോട് പറയുവാണ്. ഇതൊക്കെ കേട്ട് നയനയ്ക്ക് ദേഷ്യം വരുക. ഈ വീടിനകത്ത് കയറിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് വ്രതം എടുത്ത് നടക്കുകയല്ലേ അവള്. പക്ഷെ എനിക്കും ഉണ്ട് അങ്ങനെ ഒരു വ്രതം, അവൾ ഈ വീടിനകത്ത് കയറ്റില്ല എന്നുള്ള വ്രതമെന്നും പറഞ്ഞ് ജാനകി ഇവരെയും വെല്ലുവിളിക്കുന്നു. അതും പറഞ്ഞ് ജാനകി അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ഇത് എന്താ അമ്മയെന്ന് ചോദിച്ചു. നയനയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് സഹിക്കണില്ല. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദു ഓഫീസിലിരിക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് നയനെ വിളിച്ചു. എന്താ ചേച്ചിയെന്ന് ചോദിച്ചു. അല്ല അനി നിന്നെ വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ലല്ലോ, അവൻ രാവിലെ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു. വന്നിരുന്നോ? വന്നിരുന്നു. ഇന്നലെ അവൻ്റെ ഫോട്ടോ നോക്കിയെന്നും പറഞ്ഞ് അമ്മ എന്നെ തല്ലുകയും ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ആ ഒരു ദേഷ്യം ഉള്ളിൽ കിടന്നതുകൊണ്ട് ഞാൻ അവനെ എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്നും നന്ദു പറയൂ കേട്ടോ. തല്ലാനായിട്ട് ഭിത്തിയിൽ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ അയ്യോ നീ എന്നാ എനിക്ക് അത്രയ്ക്ക് ദേഷ്യമായി പോയത് കൊണ്ടാണ് ചേച്ചി, ഇപ്പം അവനെക്കുറിച്ച് ഒരു വിവരം ഇല്ല മോളെ എന്ന് നയന പറയുമ്പോഴത്തേക്കും നന്ദു ചാടി അങ്ങ് എഴുന്നേറ്റു. കുറേ നേരമായിട്ട് ഞാനും ആദർശേട്ടനും മാറിയും തിരിഞ്ഞും ഒക്കെ അവനെ വിളിച്ചുകൊണ്ടിരിക്കുക, അവനെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നന്ദു ആകെ വല്ലാണ്ടായിട്ടോ. നന്ദുവിന് ഭയങ്കര ടെൻഷനായി. അപ്പോഴത്തേക്കും ആദർശ് അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് നമ്മുടെ ആദർശിനോട് അനിയ പോലീസ് സ്റ്റേഷനിൽ ചെന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നന്ദു അവനോട് വളരെ മോശമായിട്ട് സംസാരിച്ച് നമ്മൾ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് ആദർശ് ദൈവമേ എന്ന് പറഞ്ഞ് നിൽക്കാം. ഹലോ നന്ദു, ചേച്ചി അവനത് വല്ലാണ്ട് ഫീൽ ചെയ്തു എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ ചേച്ചി എന്ന് നന്ദു പറയുമ്പം ഞാൻ ആ രാകേഷിനെ വിഘ്നേഷിനെയൊക്കെ ഒരുപാട് വിളിച്ചു, അവർക്ക് ആർക്കും അവനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന കാര്യം പറയുമ്പോൾ പിന്നെ അവനത് എവിടെ പോയതാണെന്ന് ചോദിക്കുകയാണ് നമ്മുടെ നന്ദു. എനിക്ക് ഒരു പിടിയില്ല മോളെ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഞങ്ങൾ ഇപ്പോഴല്ലേ അറിയുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന ചോദിക്കുക. അവനിനി വിഷമം കാരണം മൊബൈൽ ഓഫ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണോ എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. മൊത്തത്തിൽ കാര്യങ്ങൾ കുളം കലങ്ങി കിടക്കുക. മോൾ എന്തായാലും അന്വേഷിക്കാൻ പറഞ്ഞു. ശരി ചേച്ചി എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നന്ദു ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അതിനുശേഷം പിന്നെ പെട്ടെന്ന് തന്നെ
നന്ദു വേറൊരു ആളെ ഫോണിലേക്ക് വിളിച്ചു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഒരു നമ്പർ സെൻഡ് ചെയ്യാമെന്നും ആ നമ്പർ ഏത് ടവർ ലൊക്കേഷനാണെന്ന് പറയണമെന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് ASI സാറിനെ വിളിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ അനി ഇവിടെ വന്നപ്പോൾ ഞാൻ പരിസരം മറന്നാണല്ലോ പെരുമാറിയിരുന്നത്, ഇപ്പോൾ അവൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് എൻ്റെ ചേച്ചി വിളിച്ചിരുന്നു എന്ന് നന്ദു പറയാം. അപ്പം അതൊരു വട്ട് പിടിച്ച പയ്യനാണല്ലോ എന്ന് പറയുമ്പം അങ്ങനെ അവന് വട്ടൊന്നുമില്ല എന്ന് നന്ദു ഇയാളോട് പറഞ്ഞു. എങ്കിൽ പിന്നെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി നടക്കുമോ മേഡം എന്ന് അദ്ദേഹം ചോദിക്കുക. അല്ല, ആ പയ്യൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണമെന്ന കാര്യം പറഞ്ഞു. ഞാൻ സൈബർ സെല്ലിൽ അവൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്നാലും അതിനൊപ്പം നിങ്ങളും കാര്യമായിട്ടൊന്ന് അന്വേഷിക്കാൻ നന്ദു പറയാം എന്നും പറഞ്ഞ് ഇയാൾ നിൽക്കുക കേട്ടോ. എത്രയും പെട്ടെന്ന് അവനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു വിവരം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി മേഡം എന്നും പറഞ്ഞ് ഇങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ ASI സാറങ്ങ് പോയി. നന്ദു ആണെങ്കിൽ ആകെ വെപ്രാളം കയറിയിരിക്കാൻ. നയനയും ആദർശയ്ക്ക് അവിടെ നിന്ന് വിളിയോട് വിളിയാണ്. ഈ സമയത്ത് നന്ദു അവനോട് ഇൻസൾട്ടായിട്ട് സംസാരിച്ച് അവന് ശരിക്കും സങ്കടമായിട്ടുണ്ട്, അത്രയ്ക്ക് അവളെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അവളെന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഇന്നലെ നന്ദു അനിയുടെ ഫോട്ടോ നോക്കിയിരിക്കുന്നത് അമ്മ കണ്ടു, അപ്പോൾ അമ്മ അതിൻ്റെ പേരിൽ അവളെ അടിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ കലിയോട് കൂടിയാണ് അവളങ്ങനെ ചെയ്തതെന്ന് പറയുക. കല്യാണത്തിൻ്റെ തലേദിവസം അവൻ മദ്യപിച്ചത് എനിക്ക് ഓർമ്മയില്ലേ, അതിനുശേഷം കഴിഞ്ഞ ഒരു ദിവസവും അവൻ മദ്യപിച്ചിരുന്നു. അവൻ ഇതുപോലെ മറ്റൊരു കാര്യത്തിലും ഇമോഷണൽ ആയിട്ടില്ല. നന്ദുവിനോട് അവനുള്ള സ്നേഹം അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്. പിന്നെ മാനസിക നില തെറ്റി അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവരെ ഒന്നിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ആദർശേട്ടാ എന്ന് നയന പറഞ്ഞപ്പോൾ ഒന്നിപ്പിക്കണ്ട, പക്ഷേ നന്ദു കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് അവൻ്റെ അടുത്ത് ഇടപെടുന്നത് നല്ലതാണെന്ന കാര്യം ആദർശ് ഇങ്ങനെ പറയുമോ. അവൻ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുത്താൽ മതിയെന്നും പറഞ്ഞു. നന്ദു അന്വേഷിക്കുന്നുണ്ട് ആദർശേട്ടാ, ഉടനെ എന്തെങ്കിലും വിവരം കിട്ടുമായിരിക്കും എന്നൊക്കെ പറയുമ്പം അവൻ പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും വിളിച്ചു നോക്കി. അവൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് പോലും അവനെപ്പറ്റി ഒന്നും അറിയില്ല. ഒരു രാക്ഷസി അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നു, അതോടെ അവൻ്റെ ലൈഫേ പോയെന്ന കാര്യമൊക്കെ ആദർശ് ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞിട്ട് പോയി. നയന ഇതിനെല്ലാത്തിനും കാരണമെന്നുള്ള ഒരു ഇതിൽ നയന ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നന്ദു ഓടി നടക്കുവാണ് അനിയെ തെരഞ്ഞ്. അനിയെ എങ്ങും കാണാനില്ല. അപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് പല വഴിക്ക് തപ്പി നടക്കുകയാണ്. അങ്ങനെ നന്ദുവിൻ്റെ അടുത്തേക്ക് ഓരോ വഴിയിലൂടെ പോയി പോലീസുകാരെത്തി. അപ്പോൾ എന്താന്ന് ചോദിച്ചു നന്ദു ഇങ്ങനെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആ ഒരു സമയം മേഡം പറഞ്ഞ് എല്ലായിടത്തും ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല, ഒരു വിവരവും കിട്ടിയില്ല എന്ന് ഇവർ പറയാം. ഇത് പിന്നെ അവൻ എവിടെ പോയതാ എന്നൊക്കെ ചോദിച്ചു. നന്ദു ഭയങ്കര ടെൻഷനാകുമ്പോൾ സൈബർ സെല്ലിൽ ഇവർ അറിയിച്ചില്ല മേഡം എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ അറിയിച്ചിട്ടുണ്ട്, അവരുടെ കോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഇനി മദ്യപിച്ച് എവിടെയെങ്കിലും കിടക്കുമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അന്നേരം ചോദിക്കുമ്പം അങ്ങനെ കിടന്നാലും മൊബൈലിൽ കിട്ടണ്ടേന്ന് ചോദിച്ചു നന്ദു അന്നേരം. അനി ഇന്ന് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ ഞാൻ പരിസരം മാറുന്നു പറയുകയും അവൻ്റെ ഷർട്ട് പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഇങ്ങനെ അവിടെ നിന്ന് കോളെടുത്ത് ഓരോരുത്തരെ വിളിക്കുക. ആ സമയത്ത് രാവിലെ നടന്ന കാര്യങ്ങളെപ്പറ്റി നമ്മുടെ നന്ദു ആലോചിക്കുക കേട്ടോ. നന്ദുവിന് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ ആദർശം ഭയങ്കര ടെൻഷൻ അടിച്ച് അനന്തപുരിയിൽ ഇരിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു വണ്ടി വന്നു. വേഗം തന്നെ നയനയും ആദർശം കൂടെ ഓടി ഇറങ്ങി ചെല്ലുക. അപ്പോൾ അച്ഛനും ഇളയച്ചനും കൂടെ അങ്ങോട്ടേക്ക് വന്നേ. എന്താ രണ്ടാളും ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നത്, എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ കുറേ നേരമായിട്ട് അനിയുടെ ഒരു വിവരവും ഇല്ല എന്ന് ആദർശ് പറയുന്നു. എടാ അവനെന്ത് പറ്റിയടാ എന്ന് അജയൻ ചോദിച്ചു. അവൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നന്ദുവിനെ കണ്ടപ്പോൾ അവനോട് കുറച്ച് ഹാഷായിട്ട് നന്ദു സംസാരിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് അജയൻ ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം അവൻ ബ്രാഞ്ചിൽ ചെന്നിട്ടില്ല, ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല, വിളിച്ചിട്ടാണെങ്കിലോ അവൻ ഫോണും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. നന്ദു സൈബർ സെല്ല് വഴി ഒരു അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ലെന്നും ആദർശ് ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര ടെൻഷനായി. ഞങ്ങളിവിടെ ആരോടും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ അതൊന്നും പറയണ്ട, അവൻ്റെ അമ്മയാണെങ്കിൽ എന്തെങ്കിലും കേൾക്കാനായിട്ടിരിക്കുക, വഴക്കുണ്ടാക്കാനെന്നൊക്കെ അജയൻ അന്നേരം പറഞ്ഞു കേട്ടോ. അവനിനി മടങ്ങി വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പതിവിലും ദേഷ്യത്തിലാണ് നന്ദു അനിയോട് ഇന്ന് പെരുമാറിയിരുന്നത്. അതിൻ്റെ ആ ഒരു സങ്കടത്തിൽ ആണെന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. മോളെ, അതിന് നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അനിയും നന്ദുവും പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അവർ ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിച്ചു. ആ രീതിയിലല്ലല്ലോ വെച്ചാൽ അനി നന്ദുവിനെ സമീപിക്കുന്നതെന്ന് നയന ചോദിക്കും. അതുമാത്രമല്ല അനാമികയ്ക്ക് അത് ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞു. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൾ അനിയെ സ്നേഹിക്കണം. എത്ര മോശമായിട്ടാ അവൾ അവനോട് ബിഹേവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവളുടെ സഞ്ചാരം അത്ര നല്ലതൊന്നും അല്ല എന്ന് ജയൻ ആദർശനോടും നയനയോടും പറയുമ്പോൾ അതൊന്നും പറഞ്ഞാലേ ആ ജാനകിയുടെ തല കയറത്തില്ല. അവൾക്കിപ്പോൾ മരുമോള എല്ലാവെന്നും പറഞ്ഞ് ആ ജയൻ പറഞ്ഞു. എന്തെല്ലാം തെറ്റുകൾ കണ്ടുപിടിച്ചു, നെക്ലേഴ്സ് മോഷ്ടിച്ചതും മറ്റു പയ്യന്മാർക്കൊപ്പം ചുറ്റിക്കറങ്ങുന്നതും ഒക്കെ അറിഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കാൻ നോക്കുക ജാനകിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജയൻ ഉള്ള കാര്യം പറയുക. ഏട്ടാ, സ്ത്രീകളെ തല്ലുന്ന പാരമ്പര്യം ഇല്ലല്ലോ നമുക്ക്. അച്ഛൻ ഇത് അറിഞ്ഞാൽ അത് വലിയ വിഷയമാകുമെന്ന കാര്യമൊക്കെ അന്നേരം പറയുക അജയൻ. അതുകൊണ്ടാണ് ഞാൻ കൈ പൊക്കാത്തതെന്നും അല്ലെങ്കിൽ അവരുടെ മുഖത്തിൻ്റെ കൈയുടെ പാട് വീഴേണ്ട സമയം കഴിഞ്ഞെന്ന കാര്യമൊക്കെ അജയൻ പറയുന്നു. ഞാൻ വിളിക്കട്ടെ അവരെന്ന് പറഞ്ഞാൽ അജയൻ ഫോൺ എടുത്ത് വിളിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. അപ്പോൾ കുറേ നേരമായിട്ട് ഞങ്ങൾ വിളിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ മാറിയും തിരിഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു.
ആദർശ് കുറേ ദിവസമായിട്ട് അവൻ സമനില തെറ്റി നടക്കുകയാണ്. ഞാൻ അവൻ്റെ ബ്രാഞ്ചിൽ ചെല്ലുമ്പോൾ അവനെ അവിടെ കാണാറ് പോലുമില്ല. ഇനി വരുമ്പോൾ എനിക്കൊന്നിലും താല്പര്യമില്ല, എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാനാണ് പറയുന്നതെന്ന് പറയും. ജോലിയിൽ നിന്ന് പുറത്ത് ചാടാൻ അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും ഞാൻ അനുവദിച്ച് കൊടുക്കില്ല എന്ന് ആദർശ് അന്നേരം പറഞ്ഞു. അങ്ങനെ അവന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണമെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ഉത്തരവാദിത്വം ഏൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മനസമാധാനം കിട്ടണ്ടേ മോനെ എന്ന് ചോദിക്കുക നമ്മുടെ ജയൻ. ഇഷ്ടമല്ലാത്ത ബന്ധം അവൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്തത്. കുടുംബജീവിതം താളം തെറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തൻ്റെ പ്രൊഫഷണൽ ആരും വിജയിക്കില്ല എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് നമ്മുടെ ജയൻ. അതെന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ നീ എന്നും ചോദിച്ചു. എടാ സാരമില്ല പോട്ടെ, അവൻ ഉടനെ വരുമെന്ന് പറഞ്ഞ് അജയനെ ജയൻ സമാധാനിപ്പിക്കുക. അവനങ്ങനെ നമ്മളെയൊന്നും കാണാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇവരിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് വെപ്രാളം കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഈ സമയത്ത് പിന്നെ ജാനകി ബാൽക്കണിയിൽ വന്നിങ്ങനെ നിൽക്കുക. അന്നേരം അജയൻ അങ്ങോട്ടേക്ക് വന്നു. വന്നോ? ഞാൻ ദേ നമ്മുടെ മോനെ വിളിച്ചുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ല, അവൻ ഔട്ട് ഓഫ് റേഞ്ചാ എന്ന് ജാനകി പറയുമ്പോൾ, അവൻ ബിസിനസ്സിന് ആവശ്യത്തിന് വല്ലതും പോയതാണോ എന്നറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ, അത് അജയേട്ടനോട് പറയാതെ പോകുമോ, അല്ലെങ്കിൽ ആദർശിനോടെങ്കിലും പറയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ജാനകി ചോദിച്ചു. അവനിങ്ങ് വരും ജാനകി എന്നും പറഞ്ഞ് അജയനെ സമാധാനിപ്പിക്കുമ്പോൾ, എവിടെ പോയാലും അവനിങ്ങനെ കിട്ടാതിരുന്നിട്ടില്ല, ഇന്ന് ഉച്ചയ്ക്ക് മുതലേ ഞാൻ അവനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം, എന്നിട്ട് ഒരു വിവരവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നത് ഈ നമ്മുടെ അനാമിക ഒളിച്ചു നിന്ന് കേൾക്കുക. അവളൊന്ന് ഞെട്ടി. അവൾക്ക് പണിയായോ എന്ന് അവൾക്കൊരു സംശയം. അവളിങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത്. എന്തായാലും ഇനി അനാമിക അധികകാലം അനന്തപുരിയിൽ ഉണ്ടാകില്ല. അനി എന്ത് ചെയ്തു ഏത് ചെയ്തു എന്നൊന്നും ആർക്കും അറിയില്ല. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇനി കടിച്ചു തൂങ്ങാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.